എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് എയ്മിങ്ങിനെയാണ്. എയ്മിങ് അങ്ങനെ കൈയുടെയും തായുടെയും കൂടെ സംസാരിച്ചിരിക്കുമ്പോഴേക്കും അവൾ ആ ഒരു ഫോട്ടോ കാണുന്നുണ്ട്. ജിന്നുവും ജിയാങ്ങും സംസാരിച്ച് നിൽക്കുന്ന കണക്ക് ബാക്ക്ഗ്രൗണ്ട് കിട്ടുന്ന രീതിയിൽ ചെങ്ങെടുത്തിട്ട ആ ഒരു ഫോട്ടോ. അപ്പോഴേക്കും കൈ ആകട്ടെ നാളെ വാങ്ങിനെ കാണാൻ പോവാം എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന ആ ഒരു കാര്യം മാത്രമേ അവള് മൈൻഡ് ചെയ്യുന്നുള്ളൂ. കൈ വേറെ പറയുന്ന ഒന്നും തന്നെ മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ദേഷ്യം വരുന്ന കൈ അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കാര്യം എടുത്തിടുന്നുണ്ട്. ആദ്യം അവൻ വിചാരിക്കുന്ന കണക്ക് തനിക്ക് ജസ്റ്റ് ഒരു ബോയ് ഫ്രണ്ട് അല്ല ഉള്ളതെന്നും തങ്ങൾ ലീഗലി മാരീഡ് ആണെന്നും പറഞ്ഞുകൊണ്ടാണ് എയ്മിങ് അവിടെ നിന്ന് പോകുന്നത്. അപ്പോഴേക്കും ജിന്നുവിന്റെ കൂടെ എയ്മിങ്ങിന്റെ ജിന്നുവിന്റെ മുത്തശ്ശിയെ കാണാനായി വരുന്നുണ്ട്. ആക്ച്വലി ഇവർ പണ്ടേ പരിചയക്കാരാണ്, ഏതാണ്ട് ഒരേ പ്രായക്കാരാണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ടോട്ടേ ഇവർക്ക് ഇവിടെ അറിയാം, ഒന്ന് ചെറിയ സ്ഥലത്ത് താമസിക്കുന്നവരാണല്ലോ. പക്ഷെ അവർ തമ്മിൽ അത്രയ്ക്ക് സ്വരച്ചേർച്ചയിലല്ല ഉള്ളത്. ഓരോന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും കീരിയും പാമ്പും കണക്കാണ്. അതിന്റെ ഇടയിൽപ്പെട്ട് ഒരു വിധമാണ് ജിന്നു എസ്കേപ്പ് ആവുന്നത്. എത്രയും പെട്ടെന്ന് ഇവരുടെ മാരേജ് ഒരു ഫംഗ്ഷൻ ആയി തന്നെ നടത്തണമെന്നും ലീഗലി ചെയ്താൽ മാത്രം പോരല്ലോ, അതൊരു ചടങ്ങായിട്ട് നടത്തണ്ടേന്നൊക്കെ അവർക്കിടയിൽ ഒരു സംസാരം നടക്കുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് എയ്മിങ്ങിന്റെ മുത്തശ്ശിയാണ് ആ ടോപ്പിക് എടുത്തിടുന്നത്. എയ്മിങ് ഇപ്പൊ നാട്ടിലില്ലല്ലോ, വന്നിട്ട് സാവധാനം പിള്ളേർ ഇതൊക്കെ ചെയ്തോളൂന്ന് ജിന്നുവിന്റെ മുത്തശ്ശി എയ്മിങ്ങിനെ സപ്പോർട്ട് ചെയ്തും പറയുന്നുണ്ട്. എന്തായാലും ഇവരുടെ അടുത്തിരുന്ന തന്റെ കിളി പറക്കുമെന്ന് മനസ്സിലാക്കുന്ന ജിന്നു അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നു. അങ്ങനെ അന്ന് നൈറ്റ് തിരക്കൊക്കെ കഴിഞ്ഞ് അവർ സംസാരിക്കുന്നുണ്ട്. ജിന്നുവിനെ എയ്മിങ് വിളിക്കുമ്പോൾ ഓ ഇപ്പോഴെങ്കിലും എന്നെ വിളിച്ചല്ലോ, ഇപ്പോഴാണോ എന്നെ ഓർത്തേന്നൊക്കെ പറഞ്ഞ് ആദ്യമേ അവൻ കംപ്ലൈന്റ് പറയുന്നുണ്ടായിരുന്നു. ആ ടീം അവൾ ഞാൻ കണ്ടു നിന്റെ ഫോട്ടോ, എക്സ് ഗേൾ ഫ്രണ്ടിനോട് സംസാരിക്കുന്നതിൽ ബിസി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഡിസ്റ്റർബ് ചെയ്യാതിരുന്നതെന്നെല്ലാം അവൾ പറയുമ്പോൾ ഞാനും കണ്ടു നീ നിന്റെ ആ ബോസിന്റെ കൂടെ അല്ലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറയുമ്പോൾ അതിനെന്താ അയാൾ എന്റെ ബോസാ, ഞാനും അയാൾ തമ്മിൽ റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബോസ് എന്ന് പറഞ്ഞാൽ എക്സ് ബോസ് അല്ലാതെ എക്സ് ബോയ് ഫ്രണ്ട് അല്ല. പക്ഷെ നിന്റെയും ജിയാങ്ങിന്റെയും കാര്യം അങ്ങനെയല്ല എന്ന് പറഞ്ഞ് അവൾ സംസാരിക്കുമ്പോഴേക്കും അവളുള്ള റൂമിന്റെ കോളിംഗ് ബെല്ല് അടിക്കുന്നുണ്ട്. ചെന്ന് നോക്കുമ്പോൾ കൈയാണ്. കോളാണെങ്കിൽ കട്ടായിട്ടില്ല. കൈയായിട്ട് അവളെ വളരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് എയ്മിങ്ങിന് ഒരു അപ്പാർട്ട്മെന്റ് ഒക്കെ വാങ്ങണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു. പക്ഷെ അന്ന് അവൾക്ക് അത് സാധിച്ചിരുന്നില്ല. ഇപ്പൊ ആ അപ്പാർട്ട്മെന്റിന്റെ താക്കോലും കാണിച്ചുകൊണ്ട് നീ എന്റെ കൂടെ നിൽക്കാണ്, ഇത് നിനക്കുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കൈ സംസാരിക്കുമ്പോഴേക്കും ഇത് കേട്ട് ദേഷ്യം വന്ന് ജിന്നു കോള് കട്ട് ചെയ്യുന്നു. എയ്മിങ് ആണെങ്കിൽ കൈയോട് നന്നായി ദേഷ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ എന്തീ പറയുന്നത്, ഞാൻ മാരീഡ് ആണെന്ന് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞല്ലോ, എന്നിട്ട് ഇത്തരം അനാവശ്യമായ ടോക്സ് ആയിട്ട് എന്റെ അടുത്തേക്ക് വരണ്ട. എനിക്ക് നാളെ മിസ്റ്റർ വാങ്ങിനെ കാണണം, അത് മാത്രമാണ് ഞാൻ ഇവിടേക്ക് വന്നതിന്റെ ലക്ഷ്യം എന്ന് അവൾ പറയുന്ന ടീം. വാങ്ങിനെ നീ കാണണമെങ്കിൽ ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടേ, അല്ലാതെ നീ പറയുന്ന നിന്റെ സോ കോൾഡ് ഹസ്ബൻഡ് വന്ന് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പോകുന്നില്ലല്ലോ എന്നല്ല കൈ കളിയാക്കുമ്പോ നിങ്ങൾ എന്നെ സഹായിക്കേണ്ട, മിസ്റ്റർ വാങ്ങിനെ ഞാൻ കണ്ടുപിടിച്ചോളാന്ന് പറഞ്ഞ് അവൾ ഡോർ അടയ്ക്കുന്നുണ്ട്. ദേഷ്യം വന്ന കൈയാകട്ടെ അടുത്ത ദിവസം വാങ്ങുമായി ഈവനിങ് ഒരു മീറ്റിംഗ് അയാൾ അറേഞ്ച് ചെയ്ത് വെച്ചിരുന്നു. അതിപ്പോ ക്യാൻസൽ ചെയ്യാനായുള്ള ഒരു കോൾ ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷെ ഇതൊന്നും അറിയാതെ അടുത്ത ദിവസം മിസ്റ്റർ വാങ്ങിനെ കാണാനായി ആ പറഞ്ഞ സമയത്ത് എയ്മിങ് ചെല്ലുന്നുണ്ടെങ്കിലും വാങ്ങിനെ കാണാനേ സാധിക്കുന്നില്ല. ഇതിലെല്ലാം കൈ ഇടപെട്ട് കാര്യങ്ങൾ ഇങ്ങനെ ആക്കിയതാണെന്ന് മനസ്സിലാക്കുന്ന അവൾ കൈയെ വിളിക്കുമ്പോഴേക്കും അവനാകട്ടെ നിനക്ക് ഇനിയും ടൈമുണ്ട്, നീ ഞാൻ പറയുന്ന രീതിക്ക് എന്റെ ഇഷ്ടത്തിന് നിന്നാല് നീ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം നടത്തിയെടുക്കാൻ സാധിക്കും എന്നൊക്കെ പറയുമ്പോൾ അവൾക്കത് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല. അവൾ എങ്ങനെയും താൻ തന്നെ വാങ്ങിനെ കണ്ടുപിടിക്കും, ഒരിക്കലും കൈ വിചാരിക്കുന്നത് നടത്തിയെടുക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. അങ്ങനെ അവൾ ആകെ അപ്സെറ്റ് ആവുന്നുണ്ട്. വാങ്ങിനെ കണ്ടാൽ താൻ അറിയാൻ ആഗ്രഹിക്കുന്ന അന്വേഷിക്കുന്ന ആ കാര്യങ്ങളെ പറ്റി എന്തെങ്കിലും അറിയാൻ സാധിക്കും അവൾക്കറിയാം. പക്ഷെ ഇപ്പോൾ വാങ്ങിനെ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായതിന്റെ പേരിൽ അവൾ ഭയങ്കര അപ്സെറ്റ് ആണ്. അവൾ വേഗം തന്നെ ജിന്നുവിനെ വിളിക്കുന്നുണ്ട്. ജിന്നുവിനോട് അവൾ ഭയങ്കരമായി സങ്കടപ്പെടുന്നു. ജിന്നു പറഞ്ഞതല്ലേ വാങ്ങിനെ വെച്ച് കൈ അവളെ മുതലെടുക്കാൻ നോക്കുന്നൊക്കെ, പക്ഷെ അവളത് കേൾക്കാതെ ഇങ്ങ് പോകുന്നതല്ല. ഇപ്പോ ഏതാണ്ട് അതേ കണക്കൊരു സാഹചര്യത്തിലായല്ലോ എന്ന് സങ്കടം വന്നവൾ ജിന്നുവിനെ ഫോൺ വിളിക്കുമ്പോഴേക്കും അവനാകട്ടെ ഇപ്പൊ എനിക്ക് സംസാരിക്കാനൊന്നും സമയമില്ല, ഞാൻ ഒരാളെ കാണാൻ നിൽക്കാണെന്ന് പറയുമ്പോൾ നിന്റെ വൈഫായ ഞാൻ ഇവിടെ സങ്കടപ്പെടുമ്പോൾ എന്നെ ഒന്ന് കംഫോർട്ട് ചെയ്യാതെ നീ ഇത്ര അത്യാവശ്യത്തിൽ ആരെ കാണാനാ പോകുന്നത്, എന്നെക്കാളും വലുതായിട്ട് നിനക്ക് ആരാ ഉള്ളതെന്നെല്ലാം അവൾ ദേഷ്യപ്പെടുമ്പോഴേക്കും അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൻ തന്റെ തൊട്ടടുത്ത് നിൽപ്പുണ്ട് എന്നത്. അവനെ കാണുന്ന അവൾ വളരെ ഇമോഷണലായി വേഗം അടുത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ അവനെ കാണുമ്പോൾ അവളുടെ സങ്കടങ്ങളൊക്കെ മാറുന്നുണ്ട്. തുടർന്ന് അവർ ഇരുന്ന് സംസാരിക്കുന്ന ടീം അത് പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്നലെ ഇങ്ങനെ കുറച്ച് സംഭവം ഉണ്ടായെന്ന് പറഞ്ഞ് കൈ വന്ന് സംസാരിച്ചതും താൻ അവനെ അംഗീകരിക്കാതിരുന്നപ്പോ ഇങ്ങനെ വാങ്ങുമായിട്ടുള്ള മീറ്റിംഗ് ക്യാൻസൽ ചെയ്തതുമായ കാര്യങ്ങളെല്ലാം തന്നെ എയ്മിങ് പറയുമ്പോൾ ആ കോള് കട്ടായിട്ടുണ്ടായിരുന്നില്ല, അവൻ വന്ന് നിന്നോട് സംസാരിക്കുന്നൊക്കെ ഞാനും കേട്ടിരുന്നു എന്ന് ജിന്നു പറയുന്നുണ്ട്. അങ്ങനെ ഇവരൊരുന്ന് സംസാരിച്ച് ഇവിടെ ഹാപ്പി ആയി ടൈം സ്പെൻഡ് ചെയ്യുമ്പോഴേക്കും അതിനെ ശല്യപ്പെടുത്തിക്കൊണ്ട് വീണ്ടും കൈ വിളിക്കുന്നുണ്ട്. സോറി മുന്നേ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു, അത് മനസ്സിൽ വെക്കണ്ട, ഞാൻ ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞ് കൈ പറയുമ്പോൾ കൈയുടെ ഉദ്ദേശം എന്തായാലും നന്നാവില്ല എന്ന് നന്നായിട്ട് അറിയാവുന്ന എയ്മിങ് വേണ്ട എന്റെ ഹസ്ബൻഡ് എത്തിയിട്ടുണ്ട്, ഞാനേ ആളുടെ കൂടെ അന്വേഷിച്ചോളാന്ന് പറഞ്ഞു അവൾ കോള് കട്ട് ചെയ്യാനേ ഒരുങ്ങുമ്പോ കൈ ഹസ്ബൻഡ് വന്നോ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു ഡിന്നറിന് ഒത്തുകൂടിയാലോ എന്ന് ആ ഹസ്ബൻഡ് ആരാണെന്ന് കാണാനുള്ള ആകാംക്ഷയിൽ കൈ പറയുമ്പോൾ വേണ്ട ഞങ്ങൾക്ക് ഇച്ചിരി തിരക്കുണ്ടെന്ന് പറഞ്ഞ് അവൾ കോള് കട്ട് ചെയ്യുന്നു. കൈയുടെ അടുത്ത് ആ ടീം തായ് ഉണ്ടായിരുന്നു. ഇതേ കേട്ടില്ലേ ഹസ്ബൻഡ് എന്നൊക്കെ അവൾ പറയുന്നത്, അപ്പോ റിയൽ ആയിരിക്കും, നീ വെറുതെ അവളുടെ കാര്യം ചിന്തിച്ചിങ്ങനെ നടക്കാതെന്നല്ല. കൈ തായുമായി നല്ലൊരു ഫ്രണ്ടും കൂടിയാണ്, അവർ ഒന്നിച്ച് വർക്ക് ചെയ്തവരാണെങ്കിലും ഒരു ബോസ് സബോർഡിനേറ്റ് എന്നതിനേക്കാൾ ഉപരി നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യത്തിൽ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴും കൈ അതിന് റെഡി ആവുന്നില്ല. അവളുടെ ഹസ്ബൻഡിനെ നീയും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല, അതുകൊണ്ട് അവൾ ആരെങ്കിലും കൊണ്ടൊന്ന് അഭിനയിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് ഞാനതങ്ങനെ വിട്ടുകളയില്ല എന്നായിരുന്നു കൈയുടെ വർത്തമാനം. എന്തായാലും അപ്പോഴേക്കും ഒരു കാര്യം ഇവർക്ക് അറിയാൻ സാധിക്കുന്നുണ്ട്. ചെങ്ങാണ് ആ കാര്യം വിളിച്ചറിയിക്കുന്നത്. അതായത് ഇവരുടെ നാട്ടില് ഒരാളെ
ആ ഒരു റിങ്ങിന്റെ കാര്യത്തിന് വേണ്ടി എയ്മിങ് ചെന്ന് കണ്ട് പിന്നെ അവസാനം അത് പ്രശ്നമായി. ചെങ്ങാണല്ലോ പോലീസൊക്കെ ആയിട്ട് വന്ന് ഇവരെ ഹെൽപ്പ് ചെയ്തത്. അയാളിപ്പോ ആ ഒരു കേസിൽ നിന്ന് റിലീസ് ആയിപ്പോ ജിയാങ് ബേയിൽ ഉണ്ട്, ഇവരുള്ള അതേ സ്ഥലത്തുണ്ടെന്ന കാര്യമാണ് അറിയുന്നത്. തുടർന്ന് അയാളെ കാണാൻ പോകാനേ ഇവർ തീരുമാനിക്കുന്നു. അയാളെ ചെന്ന് കണ്ട് സംസാരിക്കുമ്പോൾ അയാൾക്കാകട്ടെ ഇവരുടെ അടുത്തിന് വീണ്ടും ഇടയാനൊന്നും തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ചോദിക്കുന്ന കാര്യത്തിന് കുറച്ച് ക്യാഷ് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അത് തന്നാല് പറയാന്ന് പറയുമ്പോൾ കാശ് കൊടുത്ത് ഈ റിങ്ങിനെ പറ്റി ചോദിക്കുമ്പോൾ ഇത് വാങ് എന്ന ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണെന്ന് അയാൾ പറയുന്നു. ഈ വാങ്ങിനെ എവിടെ കാണാൻ സാധിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഒരു ഹോട്ടലിന്റെ പേരും അയാൾ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം അയാൾ വേഗം വാങ്ങിനെ വിളിച്ച് ഈ മോതിരത്തിന്റെ കാര്യം അറിയാൻ വേണ്ടി രണ്ടുപേരും നിന്നെ കാണാൻ വരുന്നുണ്ടെന്ന് അറിയിക്കുന്നുണ്ട്. ഈ ഹോട്ടലിന് ഒരു പ്രത്യേകതയുണ്ട്. ഇതേ പേരിൽ 2 ഹോട്ടൽ ആ ഒരു സ്ഥലത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏതാണ് എന്ന് കൃത്യം അറിയില്ലല്ലോ. കാരണം രണ്ടും ഒരേ സ്ഥലത്ത് തന്നെയാണെങ്കിലും 2 ഡിഫറെന്റ് ബിൽഡിംഗ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്തേക്ക് പോകാം, മറ്റേതിലേക്ക് ജിന്യു പോകാം എന്നിവർ തീരുമാനിക്കുന്നു, ഒന്നിച്ച് പോവണ്ട എന്ന രീതിക്ക്. അങ്ങനെ എയ്മിങ് ആകട്ടെ അവൾ പോകാനായി തുടങ്ങുന്ന അതേ ഹോട്ടലിന്റെ അവിടെ നിന്ന് ഈ വാങ് എന്ന് പറഞ്ഞാൽ വേഗം ഇറങ്ങി ഒരു ടാക്സിയിൽ കയറി പോകുന്ന കാഴ്ച കാണുന്നുണ്ട്. അവൾ വേഗം തന്നെ ആ ടാക്സിയെ ഫോളോ ചെയ്ത് നമ്മൾക്ക് ഇത് ജിന്നുവിനെ പെട്ടെന്ന് അറിയിക്കാനേ പറ്റിയില്ല. അപ്പോഴേക്ക് ജിന്നു ഇത് കാണുന്നുണ്ടായിരുന്നു. വാങ്ങിന്റെ പിക്ചർ ഓൾറെഡി കൈ വഴി കണ്ടിട്ടുള്ളത് കൊണ്ടാണ് എയ്മിങ്ങിന് ഇതാണ് വാങ് എന്ന് മനസ്സിലായത്. പക്ഷെ ജിന്നു അയാളുടെ ഫോട്ടോ ഒന്നും ഇതിന് മുന്നേ കണ്ടിട്ടില്ല. എന്നിരുന്നാലും ഇപ്പോൾ ഈ വാങ്ങിനെ കണ്ട് ജിന്നു ആകെ ഷോക്കായി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അവന് ഇയാളെ മുന്നേ അറിയാമെന്ന് തോന്നുന്നു. എന്തായാലും എയ്മിങ് ആകട്ടെ വാങ്ങിനെ ഫോളോ ചെയ്ത് ഒരു സ്ഥലത്ത് എത്തുന്നുണ്ട്. വാങ് അകത്തേക്ക് കയറിപ്പോയി അവൾക്ക് അകത്തേക്ക് ചെല്ലാനേ സാധിക്കുന്നില്ല. അവൾ വേഗം തന്നെ ജിന്നുവിന് മെസ്സേജ് അയക്കുന്നുണ്ട്, ഞാൻ ഈ സ്ഥലത്തുണ്ട്, ലൊക്കേഷൻ അയക്കാം, വേഗം വാ എന്ന് പറഞ്ഞു. ഒരു റേസ് ക്ലബിന്റെ ലൊക്കേഷൻ ആയിരുന്നു. അവിടെ ഇങ്ങനെ എയ്മിങ് ഇയാൾ അകത്തേക്ക് പോയില്ല, ഞാൻ എങ്ങനെ ഇനി അയാളോട് മിണ്ടു എന്ന ഒരു രീതിക്ക് നിൽക്കുമ്പോഴേക്കും അകത്ത് വാങ് ഒരാളെ കണ്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. അത് മറ്റാരും അല്ല, ജിന്നുവിന്റെ അമ്മയാണ്. ജിന്നുവിന്റെ ഭാഗത്തു നിന്ന് ഒരു റിപ്ലൈ ഇല്ലാത്ത സ്ഥിതിക്ക് ഇവിടെയുള്ള തന്റെ ഫ്രണ്ടായ തായ്ക്കും ഈ ലൊക്കേഷൻ അയച്ചു കൊടുത്ത് വേഗം ഇങ്ങോട്ട് വരാനായി എയ്മിങ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവളങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോഴേക്കും പെട്ടെന്ന് അവിടുന്ന് ഒരു കാറ് പോകുന്നത് അവൾ കാണുന്നുണ്ട്. അകത്ത് ആരാണുള്ളതെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോഴേക്കും തായ് അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. തായ് ഈ ലൊക്കേഷനിൽ നീ എങ്ങനെ എത്തിയെന്ന് എയ്മിങ്ങിനോട് തിരക്കുമ്പോൾ ഞാൻ വാങ്ങിനെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നതാണെന്ന് അവൾ പറയുന്നുണ്ട്. ആ സമയത്താണ് തായ് ഒരു കാര്യം പറയുന്നത്, ആക്ച്വലി ഇത് കൈയില്ലേ അവന്റെയും എന്റെ മറ്റൊരു ഫ്രണ്ടിന്റെയും ഉടമസ്ഥതയിലുള്ള ഒരു പഴയ റേസിംഗ് ക്ലബ്ബാണ്. ഭാഗത്തേക്ക് പോകാന്ന് പറഞ്ഞ് അവൻ അതിന്റെ പാസ്വേഡ് അറിയാവുന്നതുകൊണ്ട് തന്നെ അകത്തേക്ക് അവളെ കൊണ്ടുപോകുന്നുണ്ട്. കായും പിന്നെ മറ്റൊരു ഫ്രണ്ടും എന്ന് പറഞ്ഞ ആളും തായും ഒന്നിച്ച് പഠിച്ചവരാണ്. അങ്ങനെ ഇവർ സുഹൃത്തുക്കളാണ്. അതാണ് കൈയോട് അവന്റെ ബോസ് ആയിരുന്നിട്ടും കുറച്ച് ഏറെ സ്വാതന്ത്ര്യത്തില് തായ് സംസാരിച്ചത്. അവർക്കിടയിലുള്ള ഫ്രണ്ട്ഷിപ്പ് അതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ ഫ്രണ്ട്ഷിപ്പ് ഗ്യാങ്ങില് മൂന്നാമതൊരാൾ ഉണ്ടായിരുന്നു എന്ന് കൂടി ഇവിടെ വ്യക്തമാണ്. ആരാണെന്ന് അറിയില്ല. എന്തായാലും അവരങ്ങനെ അകത്തേക്ക് കയറുമ്പോഴേക്കും ആരാണ് ഇപ്പൊ വണ്ടി പോയത്, ഇവിടെ നടന്നത് എന്താണെന്നൊക്കെ അറിയാനായിട്ടുള്ള ആ ഒരു CCTV ഫുട്ടേജ് പരിശോധിക്കുമ്പോൾ ആരോ അത് ഡിലീറ്റ് അടിച്ചതായി കാണുന്നുണ്ട്. ഈ സമയം പുറത്ത് പാർക്ക് ചെയ്തിരുന്ന വണ്ടിയുടെ ഡാഷ് ക്യാമിൽ വല്ലതും പതിഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാനായി അത് ചെന്നെടുത്ത് നോക്കുമ്പോൾ അതിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവിടെ ഉണ്ടായിരുന്ന എയ്മിങ് അറിയാതെ ജിന്നു ഇതിനകത്ത് കയറിയിരുന്നു. അവൻ ഇവിടെ ഫുട്ടേജ് ഒക്കെ ഡിലീറ്റ് ആക്കി ഇവിടെ നിന്ന് പോയിരുന്നു എന്ന് കാണുന്ന അവൾ ആകെ ഷോക്കായി. ഇവൻ എന്ത് ഇവിടെ വന്ന് ഇങ്ങനൊക്കെ ചെയ്തതെന്നൊക്കെ ചിന്തിക്കുമ്പോഴേക്കും നിനക്ക് ഇവനെ അറിയാവോ, ഇവൻ എന്റെ ഫ്രണ്ടാ. ആക്ച്വലി ഞാൻ പറഞ്ഞില്ലേ കായും എന്റെ മറ്റൊരു ഫ്രണ്ടും കൂടി ചേർന്നാണ് ഈ ഒരു റേസിംഗ് ക്ലബ്ബ് പണ്ട് നടത്തിയിരുന്നത് എന്ന കാര്യങ്ങൾ. ആ ഫ്രണ്ടാ ഇവൻ, പേര് ജിന്നു എന്ന് തായ് പറയുമ്പോഴാണ് ആകെ ഷോക്കാവുന്നുണ്ട്. അവൾ എന്തായാലും ഫുട്ടേജ് കുറച്ചുകൂടെ വ്യക്തമായി നോക്കുമ്പോൾ ഈ കാറിൽ പോയ ആളുടെ കൂട്ടത്തിൽ ഒരു ലേഡിയെ കാണുന്നുണ്ട്. ആ ലേഡിയും ജിന്നുവിന്റെ അമ്മയാണെന്ന് അവരെ കണ്ട് തിരിച്ചറിഞ്ഞ് തായ് പറയുമ്പോൾ ജിന്നുവിന്റെ അമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് സംഭവം എന്ന് അവൾക്ക് എന്തൊക്കെയോ നിഗൂഢതകൾ തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ജിന്നു തന്നെ ഹെൽപ്പ് ചെയ്തില്ല, എന്തുകൊണ്ട് ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് അവൻ മറച്ചു പിടിച്ചു എന്നതൊക്കെ അവൾ ചിന്തിക്കുകയാണ്. കൈയെ ഓൾറെഡി ജിന്നുവിനെ അറിയാവുന്നത് കൊണ്ടാണ് അവൻ താൻ കൈയുടെ കൂടെ അവന്റെ എന്തൊക്കെയോ രഹസ്യങ്ങൾ മറിഞ്ഞിരിക്കുന്ന ഈ ജിയാങ് ബേയിലേക്ക് വരാനായി തുടങ്ങിയപ്പോൾ അത്രയും ടെൻഷനായി തന്നോട് അത്രയും പിണക്കം കാണിച്ചതെന്നൊക്കെ ഇപ്പോ പഴയ കാര്യങ്ങൾ ഓർത്തെടുക്കുന്ന എയ്മിങ്ങിനെ മനസ്സിലാവുന്നുണ്ട്. കൈയും ജിന്നുവും ഒന്നിച്ചുള്ള അവർ റേസ് ചെയ്തിരുന്ന സമയത്ത് ഒരു ഫോട്ടോ തായ് കാണിക്കുന്നുണ്ട്. ഇവർ ഒന്നിച്ചായിരുന്നല്ലോ ഈ ഒരു റേസിംഗ് ക്ലബ്ബ് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് ഇവർ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ വേൾഡ് മെമ്മറി ചാമ്പ്യൻഷിപ്പിന് ജിന്നു വളരെ അൺഎക്സ്പെക്ടഡ് ആയി ആ ഒരു കോമ്പറ്റീഷന്റെ തൊട്ട് തലേ ദിവസം അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. അതിനുശേഷമാണ് ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് ആകെപ്പാടെ തകർന്നത്. കാരണം ആ ഒരു സംഭവം കൈയെ സംബന്ധിച്ച് ഭയങ്കരമായ നഷ്ടം ഉണ്ടാക്കി. അവന് ഒരുപാട് ക്രിറ്റിസിസം ഒക്കെ നേരിടേണ്ടി വന്ന ഒരു വലിയ പ്രശ്നത്തിലേക്ക് കൈയെ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നു. അവന്റെ പാർട്ണറായ ജിന്നു ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കൈക്ക് ഒരു എക്സ്പ്ലനേഷനും കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ പെട്ടെന്ന് ഈ സ്ഥലം വിട്ട് ആ ഒരു കോമ്പറ്റീഷനിലേക്ക് പങ്കെടുക്കാതെ പോയത്. അന്ന് ഈ സ്ഥലം വിട്ട് ജിന്നു പിന്നീട് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നിട്ടേ ഇല്ല. ഒരുപക്ഷെ അവന്റെ അമ്മയുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് എന്നെല്ലാം പറയുന്ന തായ് ജിന്നുവിന്റെ അമ്മ സാധാരണ ഒരു ലേഡിയല്ല, അവർ വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിന്റെ ചെയർമാൻ ആണെന്ന കാര്യം അറിയിക്കുന്നു. ഇതെല്ലാം എയ്മിങ് ഭയങ്കര ഷോക്കായിട്ടാണ് കേൾക്കുന്നത്. ജിന്നുവിനെ അവൾ സാധാരണ ഒരു പയ്യൻ എന്ന രീതിക്കായിരുന്നു കണ്ടിരുന്നത്. പക്ഷെ അവന്റെ പിന്നിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഉണ്ടെന്ന് അവൾക്ക് ഇപ്പോഴാണ് വ്യക്തമാവുന്നത്. അമ്മയോട് ഏതാണ്ട് ഒരു 8-9 വർഷങ്ങൾക്ക് ശേഷം വാങ്ങിനെ ഇപ്പൊ വീണ്ടും കണ്ടത് എന്തിനാണെന്നൊക്കെയായിരുന്നു ജിന്നു തിരക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഈ പറഞ്ഞ ഒരു കാലയളവിന് മുന്നേ ഒരിക്കൽ ജിന്നു ഒരു കാഴ്ച കണ്ടിരുന്നു. ഒരു സ്ത്രീ കാറിലിരുന്ന ഒരാളോട് എന്തോ ഒരു പേരിൽ വഴക്കുണ്ടാക്കുകയാണ്. പക്ഷെ പിന്നീട് ആ ലേഡി മരണപ്പെട്ടു എന്ന വാർത്തയാണ് അറിഞ്ഞത്. ഇവർ ആത്മഹത്യ ചെയ്തു എന്നത് പോലീസ് അവിടെ സ്ഥാപിച്ചെടുക്കാൻ നോക്കിയപ്പോ അല്ല, ഇവരും ഈ വാങ് എന്ന് പറഞ്ഞ ആളെന്നും വഴക്കുണ്ടാക്കുന്നത് താൻ കണ്ടിരുന്നു എന്നത് പോലീസിനെ ഇൻഫോം ചെയ്യാനായി ജിന്നു പോയിരുന്നു. പക്ഷെ ആ ഒരു കാര്യം
കാര്യത്തിന്റെ പേരിൽ ജിന്നുവിന്റെ അമ്മ ഭയങ്കരമായി അവനെ ശകാരിക്കുകയും ഓൾറെഡി നിന്റെ അച്ഛനെ നീ കൊന്നു കളഞ്ഞു, ഇനിയിപ്പം എന്റെ ബിസിനസ് പാർട്ട്ണറായ വാങ്ങിനെ വലിയൊരു പ്രശ്നത്തിലാക്കി, ഇനി ഇതും കൂടി തകർക്കാനാണോ നിന്റെ പ്ലാൻ എന്നൊക്കെ അമ്മ ഭയങ്കരമായിട്ട് അവനോട് ഷൗട്ട് ചെയ്തിരുന്നു. പക്ഷെ അന്ന് എല്ലാവരും പറഞ്ഞുണ്ടാക്കിയ കണക്ക് അത് ജസ്റ്റ് ഒരു മരണമോ ആത്മഹത്യയോ അല്ല, മറിച്ച് അതൊരു കൊലപാതകമാണെന്ന് ജിന്നുവിന് അറിയായിരുന്നു. ജിന്നു അത് വിശ്വസിക്കാൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രൂവ് ചെയ്യാൻ അവന്റെ തെളിവൊന്നുമില്ല. എന്തായാലും ഇപ്പൊ ആ ഒരു കാര്യത്തെ പറ്റി അവൻ വീണ്ടും ഓർത്തെടുത്ത് അമ്മയോട് സംസാരിക്കുമ്പോൾ അമ്മ ഇപ്പോഴും വാങ് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ജിന്നു വെറുതെ കഥകൾ ഉണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ ജിന്നു ആയിട്ട് ഇന്നും അമ്മ അയാളെ കണ്ട് സംസാരിച്ചിന് തന്റെ കയ്യിൽ തെളിവുണ്ടെന്നും അതുകൊണ്ട് ചില കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ആകെ പ്രശ്നത്തിലാവുമെന്നും അമ്മയോട് പറയുന്നുണ്ട്. എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും അതിനുശേഷം ജിന്നുവിന്റെ അമ്മ ആ വാങ്ങിനെ വിളിച്ചു വരുത്തുകയും അയാളെ തന്റെ ആളുകളെ കൊണ്ട് പിടിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം ജിന്നു തിരിച്ച് എയ്മിങ്ങിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും എവിടെയായിരുന്നു, ഞാൻ എത്ര നേരമായിട്ട് വിളിക്കുന്നു, എന്താ കോളൊന്നും അറ്റൻഡ് ചെയ്യാതിരുന്നതെന്നെല്ലാം അവൾ ചോദിക്കുമ്പോൾ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല എന്നാണ് അവൻ പറയുന്നത്. ഞാൻ ആ ഹോട്ടലിന്റെ അവിടെ വാങ്ങിനെ തിരക്കി കണ്ടില്ല എന്ന് അവൻ ഒന്നും അറിയാത്ത രീതി പറയുമ്പോൾ വാങ് അവിടെ നിന്ന് ഒരു ക്ലബിന്റെ അവിടെ പോയിരുന്നു, ഒരു റേസിംഗ് ക്ലബ്ബ്. അവിടേക്ക് ഞാൻ ചെന്നു, അന്വേഷിച്ചു. പക്ഷെ അന്വേഷിച്ചെന്ന കാര്യങ്ങളൊന്നും കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും കുറെ പുതിയ കാര്യങ്ങൾ എനിക്കിന്ന് അറിയാൻ സാധിച്ചു എന്ന് അവൾ പറയുമ്പോൾ അത് കേൾക്കുന്ന ജിന്നുവിന്റെ മുഖം മാറുന്നുണ്ട്. അവളാകട്ടെ കൈയും നീയും ഫ്രണ്ട്സ് ആയിരുന്നല്ലേ, നിനക്ക് തായെ അറിയാല്ലേ, എന്നിട്ട് എന്താ എന്നോട് ഇതൊന്നും പറയാതിരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതൊക്കെ കഴിഞ്ഞ കഥയാ, ആ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇപ്പൊ ഇല്ല, പിന്നെ അതൊക്കെ ഇപ്പൊ പറഞ്ഞിട്ട് എന്തിനാണെന്നേ അവൻ പറയുന്നുള്ളൂ. കൂടാതെ ടോപ്പിക്ക് മാറ്റാനായി ഇന്ന് അമ്മയെ കണ്ടിരുന്നു എന്ന് അവൻ പറയുമ്പോൾ അമ്മയുമായി എന്ത് സംസാരിച്ചു എന്നൊന്നും അവൾ ചോദിക്കുന്നില്ല. എന്തായാലും നീ നിന്റെ ഫാമിലി ആയിട്ട് ഹാപ്പി ആയിരിക്കും, എനിക്കും അത് സന്തോഷം എന്ന് പറഞ്ഞ് നാളെ തന്നെ ഇവിടെ നിന്ന് നമുക്ക് പോകാമെന്ന് പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം തന്നെ അവർ ഇവിടെ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ നാട്ടിലേക്ക് എത്തുമ്പോഴേക്കും ഇപ്പൊ എന്തായാലും മാരേജ് കഴിഞ്ഞില്ലേ, നമ്മൾ ഇനി 2 വീട്ടിൽ സ്റ്റേ ചെയ്യണ്ടല്ലോ, നിന്റെ സാധനങ്ങൾ എടുത്തോണ്ട് എന്റെ വീട്ടിലേക്ക് വന്ന് ജിന്നു പറയുമ്പോൾ എയ്മിങ് പക്ഷെ അവൻ തന്നിൽ നിന്ന് എന്തൊക്കെയോ മറയ്ക്കുന്നു എന്ന ഒരു തോന്നൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ ഒരു അകൽച്ചയോടുകൂടിയാണ് സംസാരിക്കുന്നത്. അപ്പോഴേക്കും രണ്ടുപേരുടെയും വീട്ടിൽ നിന്ന് മുത്തശ്ശിമാര് വരുന്നുണ്ട്. ജിന്നുവിന്റെ വീട്ടിൽ നിന്ന് ജിന്നുവിന്റെ മുത്തശ്ശിയും എയ്മിങ്ങിന്റെ വീട്ടിൽ നിന്ന് എയ്മിങ്ങിന്റെ മുത്തശ്ശിയും. തുടർന്ന് അവർ ഒന്നിച്ച് ഭക്ഷണം കഴിക്കാനായി ഇരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് മാരേജിന്റെ ചടങ്ങുകൾ നടത്തണമെന്നും അതിനുവേണ്ടി ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഞാൻ റെഡിയാക്കാമെന്നും മുത്തശ്ശി പറയുമ്പോൾ അത് എയ്മിങ്ങിന്റെ മുത്തശ്ശിക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഏത് സ്റ്റൈലിൽ മാരേജ് ഫംഗ്ഷൻ നടത്തണം എന്ന കാര്യം പറഞ്ഞാണ് രണ്ടുപേരും വഴക്ക്. ട്രഡീഷണൽ സ്റ്റൈൽ അല്ലെങ്കിൽ മോഡേൺ സ്റ്റൈൽ എന്ന ആ രീതിക്കാണിരുന്നു അവർക്കിടയിൽ വാക്ക് തീർക്കാം. അതിന്റെ ഇടയിൽ എയ്മിങ്ങിന് ചെറിയൊരു വോമിറ്റിംഗ് ടെൻഡൻസി കണക്ക് വരുമ്പോൾ ഇവരുടെ വഴക്കൊക്കെ മാറി എത്രയും പെട്ടെന്ന് ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് മാരേജ് ഫംഗ്ഷൻ നടത്തണമെന്ന് തന്നെ അവർ ഒറ്റക്കെട്ടായി തീരുമാനിക്കുന്നു. ഇത് കേട്ട് അന്തം വിട്ടിരിക്കുകയാണ് എയ്മിങ്ങും ജിന്നുവും. കാരണം അവർ ഇങ്ങനെ ലീഗലി മാരേജ് രജിസ്റ്റർ ചെയ്തെങ്കിലും പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ ആയിട്ട് നടത്തുന്നതിനെ പറ്റി ഒന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും ഫാങ് ആകെ പ്രശ്നത്തിലാവുന്നുണ്ട്. ഫാങ്ങിന്റെ ഹസ്ബൻഡ് കാശ് വാങ്ങി തിരിച്ചു കൊടുക്കാതെ മുങ്ങി നടന്നപ്പോൾ അതിനുവേണ്ടി ചിലർ അയാളെ കോൺടാക്ട് ചെയ്യാൻ കിട്ടാതെ ഫാങ്ങിനെ അന്വേഷിച്ച് ഷോപ്പിലേക്ക് വരുന്നു. കാരണം ഇവർ ഭാര്യയും ഭർത്താവും ആണല്ലോ. ഫാങ് ആകട്ടെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് കിട്ടാതെ ഈ കാര്യം ചെങ്ങിനെയും എയ്മിങ്ങിനെ അറിയിക്കുന്നുണ്ട്. എയ്മിങ് വേഗം അങ്ങോട്ടേക്ക് പുറപ്പെടുമ്പോൾ ഞാൻ കൂടെ വരാന്ന് ജിന്നു പറയുന്നുണ്ടെങ്കിലും ജിന്നുവിനോട് അവൾക്കൊരു പിണക്കുണ്ട്, അവൻ മറച്ചു പിടിക്കുന്നു എന്ന ഒരു കാര്യത്തിന്റെ പുറത്ത്. അതുകൊണ്ട് തന്നെ വേണ്ട, ഞാൻ നോക്കിക്കൊള്ളാന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഇതേ ടീം ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് എത്തി അവരെ പറഞ്ഞു വിട്ട ശേഷം കാശൊക്കെ തരാന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചാണല്ലോ പറഞ്ഞു വിട്ടത്. അതുകൊണ്ട് തന്നെ ഫാങ്ങിനോട് നീ വീടിന്റെ ആധാരം ഒന്നുതാ, ഞാൻ പണയം വെച്ച് കട ഒന്ന് വീട്ടിട്ടെ എന്ന് പറഞ്ഞ് ആ കാര്യം പറഞ്ഞ് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവൾ അതിന് തയ്യാറാവുന്നില്ല. എത്രയും പെട്ടെന്ന് ഇയാൾ ഡിവോഴ്സ് ചെയ്യണം എന്നല്ല അവൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഇടയിൽ ഇയാൾക്ക് ദൂർത്തടിക്കാൻ ഇനി കൊടുക്കാൻ കാശില്ല എന്ന് അവൾ പറയുന്നുണ്ട്. ഇയാൾ ഈ അടുത്ത് തന്നെ പുതിയൊരു കാറൊക്കെ മേടിച്ച് ഭയങ്കര പൊങ്ങച്ചം കാണിച്ചൊക്കെ നടക്കായിരുന്നു. അതുകൊണ്ട് അവൾ ആ കാശ് കൊടുക്കില്ല എന്ന് പറയുമ്പോൾ അയാൾ അവളെ ഉപദ്രവിച്ച് ആധാരം തട്ടിയെടുക്കാൻ നോക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് എയ്മിങ്ങിന്റെ വരവ്. എയ്മിങ് അവളെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ചെങ്ങു അങ്ങോട്ടേക്ക് എത്തി അയാളെ അടിക്കുകയും പോലീസിനെ പിടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോഴാണ് ജിന്നുവിന്റെ വരവ്. ജിന്നുവിനോട് എയ്മിങ് മിണ്ടുന്നില്ല. അത് മനസ്സിലാക്കുന്ന ഫാങ് എന്താണ് കാര്യം എന്ന് അറിയില്ലെങ്കിലും ചെങ്ങിനോട് നിങ്ങൾ രണ്ടുപേരും പോയി മോനെ പിക്ക് ചെയ്യുക, അവനെ കുറച്ച് കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നാൽ മതി, ഞാൻ ആ വീടൊക്കെ അയാൾ മൊത്തം നശിപ്പിച്ചിട്ടേക്ക് അതൊന്ന് റെഡി ആക്കട്ടെ എന്ന് പറഞ്ഞ് എയ്മിങ്ങുമായി പോകുന്നു. ശേഷം എന്ത് സംഭവിച്ചു എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.